നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമാണ്. രാവിലെ ന്യൂസ് പേപ്പർ തുറന്നാൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ന്യൂസാണ്. പക്ഷേ ഇന്നലെ കേരളത്തിലെ പല പത്രങ്ങളിൽ ആദ്യം കണ്ട എന്തായിരുന്നറിയോ? സർക്കാരിനെ പ്രശംസിക്കുന്ന വലിയ അഡ്വർടൈസ്മെൻറ്റ് 2 പേജിൽ. ഓൾമോസ്റ്റ് ഫ്രണ്ട് പേജ് തന്നെ ഒരു സെൽഫ് പ്രൈസ് പോസ്റ്റർ പോലെ. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാം. സർക്കാർ സ്വന്തം അച്ചീവ്മെൻറ്റ്സ് പറയുന്നത് തെറ്റാണോ? ഇല്ല, പറയാം. പക്ഷേ പ്രശ്നം വേറൊന്നാണ്. ജനങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ച് സർക്കാർ തന്നെ സ്വയം പ്രൈസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് ഇടുമ്പോൾ അത് ഇൻഫർമേഷൻ ആണോ, പ്രൊപ്പഗൻഡയാണോ? ഇതാണ് റിയൽ ഡിസ്കഷൻ. ഇനി മറ്റൊരു ആംഗിൾ ഉണ്ട്, മീഡിയയുടെ എത്തിക്സ്. ഒരു ന്യൂസ് പേപ്പറിൻ്റെ റോൾ എന്താണ്? ഗവൺമെൻറ്റിനെ പ്രൈസ് ചെയ്യുകയല്ല, ഗവൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യലാണ്. മീഡിയ ഡെമോക്രസിയിലെ ഒരു വാച്ച് ഡോഗാണ്. ഫ്രണ്ട് പേജ് തന്നെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ന്യൂസ് ആണോ അല്ലെങ്കിൽ പെയ്ഡ് മെസ്സേജിങ് ആണോ? ഒരു സാധാരണക്കാരൻ കൺഫ്യൂഷൻ ആയില്ലേ? ഇത് ചിലപ്പോൾ ലീഗലായിരിക്കാം, പക്ഷേ എത്തിക്കലാണോ? ഇതാണ് ചോദ്യം. കാരണം ന്യൂസ് പേപ്പർ ഒരു പബ്ലിക് ട്രസ്റ്റാണ്. അതൊരു പൊളിറ്റിക്കൽ പബ്ലിസിറ്റി ബോർഡായി മാറരുത്. കേരളം ഇന്ന് സാമ്പത്തികമായി പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സാലറി ഇഷ്യൂ, പെൻഷൻ ഡിലേ, ബോറോയിങ് ലിമിറ്റ്, റവന്യൂ ക്രൈസിസ്, റവന്യൂ കമ്മി, ഇവയെല്ലാം പറയുന്ന സർക്കാർ തന്നെയാണ് കോടികൾ ചെലവഴിച്ച് അഡ്വർടൈസ്മെന്റ് ഇടുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് ചോദിക്കേണ്ടി വരും, ഈ പണം ആരുടേതാണ്? ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് സെൽഫ് പ്രൈസ് ക്യാമ്പയിൻ നടത്തുന്നത് എത്രത്തോളം ന്യായമാണ്? മറ്റൊരു കാര്യം, കേരളത്തെ ജനങ്ങൾ കണ്ണ് കണ്ടുകൊടുത്തതൊന്നുമല്ല, ബ്ലൈൻഡ് അല്ല. റോഡ് കണ്ടീഷൻ എങ്ങനെയാണ്, ഹോസ്പിറ്റൽ സിറ്റുവേഷൻ എന്താണ്, സ്കൂളിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇലക്ട്രിസിറ്റി സിറ്റുവേഷൻ എന്താണ്, ഇതെല്ലാം ജനങ്ങൾ ദിവസവും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്, അഡ്വർടൈസ്മെൻ്റ് അല്ല. ഇനി ഞാനൊരു സജഷൻ പറയാം, ഓപ്പോസിഷൻ പാർട്ടിയോടാണ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് ഇടാം, പക്ഷേ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, റിയൽ ഇഷ്യൂസ് ഇട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ഇടുക. ഫുൾ പേജ് ആഡ് ഇടണം. കേരളത്തിൽ ജോബ് ഓപ്പണിംഗ് കുറയുന്നു, ഡ്രഗ് യൂസേജ് കൂടുന്നു, യൂത്ത് മൈഗ്രേഷൻ കൂടുന്നു, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ജോലിയില്ലാതെ പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഫാക്ട്സ് എല്ലാം ബേസ് ചെയ്തിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ഇടണം. അത് സൊസൈറ്റിയിൽ ഒരു ഡിബേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് യൂത്തിൻ്റെ മൈഗ്രേഷൻ. യങ് ജനറേഷൻ കേരളം വിട്ടുപോവുകയാണ്. ഗൾഫ്, യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ. എന്തിനാണ് പോകുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കുറവാണ്. ഇത് സീരിയസ് ഡിസ്കഷൻ ആക്കേണ്ട ഒരു വിഷയമാണ്. ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്നത് പക്ഷേ സ്വയം പ്രൈസ് ചെയ്യുന്ന ക്യാമ്പയിൻസ് മാത്രമാണ്. മറ്റൊരു വലിയൊരു ഇഷ്യൂ ആണ് ലഹരി. കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നുണ്ട്. സ്കൂൾ ലെവലിൽ തന്നെ ലഹരി എത്തുന്നുണ്ടെന്ന് പാരൻസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതൊരു സോഷ്യൽ എമർജൻസിയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് പബ്ലിസിറ്റി ക്യാമ്പയിൻ മാത്രമാണ്. ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയട്ടെ, ഇതൊരു പാർട്ടിക്കെതിരെ മാത്രമുള്ള ക്രിറ്റിസിസം അല്ല. ഇന്ന് LDF ആയാലും നാളെ UDF ആയാലും ഇനി മറ്റന്നാൾ NDA വരികയാണെങ്കിലും പബ്ലിക് മണി ഉപയോഗിച്ച് സെൽഫ് പ്രൈസ് ക്യാമ്പയിൻ നടത്തുന്നത് ശരിയല്ല, എത്തിക്കലി ശരിയല്ല. ഗവൺമെൻറ് ട്രഷറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടി ഫണ്ടൊന്നുമല്ല, അത് ജനങ്ങളുടെ പണമാണ്. അതുകൊണ്ട് സിമ്പിളായിട്ടൊരു പ്രിൻസിപ്പിൾ, ഗവൺമെൻറ് അച്ചീവ്മെൻറ്റ്സ് പറയട്ടെ, പക്ഷേ ഡേറ്റ കൊണ്ട് പറയട്ടെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് പറയട്ടെ, ഗ്രൗണ്ട് ലെവലിലെ റിസൾട്ട് കൊണ്ട് പറയട്ടെ. അപ്പോൾ ഇങ്ങനത്തെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും വേണ്ട, ജനങ്ങൾ തന്നെ പറയും ഡെവലപ്മെൻറ്റ് ഉണ്ട്. അവസാനമായിട്ടൊരു കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്താം. ജനങ്ങളെ ഇംപ്രസ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് മതി, പക്ഷേ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പെർഫോമൻസ് തന്നെ വേണം. ഹെഡ്ലൈൻ കൊണ്ട് ഒരിക്കലും ഗവൺമെൻറ് വലുതാവില്ല. പബ്ലിക് സർവീസ് കൊണ്ടാണ് ഗവൺമെൻറ് വലുതാവുന്നത്. ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് പബ്ലിസിറ്റി ചെയ്യാം, പക്ഷേ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താതെ റെസ്പെക്റ്റ് നേടാൻ പറ്റില്ല. ചോദ്യം ചോദിക്കൂ. കാരണം ചോദ്യം ചോദിക്കുന്ന പൗരനാണ് ജനാധിപത്യത്തിൻ്റെ ബാക്ക് ബോൺ. നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. താങ്ക് യു.